നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. കനകമല സമന്വയ സാംസ്കാരിക ഗ്രന്ഥശാല ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ 2025 മതബോധന അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചു. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് ആനമല ജംഗ്ഷനിൽ നിന്നും ട്രാംവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു. കൊടകര അഴകം കർഷക ജലസേചന സമിതിയുടെ വാർഷിക പൊതുയോഗം നടത്തി. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവങ്ങൾ തിങ്കളാഴ്ച നടക്കും. കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ നടക്കുന്ന പ്രവേശനോത്സവം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് 41 കുട്ടികളാണ് പ്രവേശനം നേടിയിരിക്കുന്നത്. മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ നവാഗതരെ വരവേൽക്കുന്നതിനായി തയ്യാറെടുക്കുകയാണ്. GLPS കൊടകരയിലും അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായി കഴിഞ്ഞു. 1ാം ക്ലാസ്സിലേക്ക് ഈ വർഷം 41 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയിരിക്കുന്നത്. കുട്ടികളെ സ്വീകരിക്കാനായി വിദ്യാലയവും പരിസരവും അലങ്കരിക്കുന്നതോടൊപ്പം തന്നെ അവർക്കുള്ള പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അതോടൊപ്പം പ്രകൃതി സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് വിത്തുപന്തുകൾ തയ്യാറാക്കി കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഏറെ ആഹ്ലാദത്തിലാണ്, അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും. കുരുന്നുകളെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് അധ്യാപകർ. ക്ലാസ് മുറികളും വിദ്യാലയങ്ങളും കൊടിത്തോരണങ്ങൾ കൊണ്ടും വർണ്ണ കടലാസുകൾ കൊണ്ടും അലങ്കാരങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരവും മറ്റും ശുചീകരിക്കുകയും ചെയ്തു. കൊടകര പഞ്ചായത്ത് തല പ്രവേശനോത്സവം പുലിപ്പാറക്കുന്ന് ഗവൺമെൻറ് വെൽഫെയർ സ്കൂളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും സഹകരണത്തോടെ അവലോകന യോഗം നടത്തി. കൊടകര പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. CWF സിയ ബാബു, പോലീസ് ഓഫീസർമാരായ ബിജോയ്, സാജു, കൊടകര ഗവൺമെൻറ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡെയ്നി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കനകമല സമന്വയ സാംസ്കാരിക ഗ്രന്ഥശാല ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. കനകമല ഗ്രാമമന്ദിരത്തിൽ നടത്തിയ പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സമന്വയ സാംസ്കാരിക ഗ്രന്ഥശാല പ്രസിഡന്റ് MK ജോർജ് അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉപഹാര സമർപ്പണം നടത്തി. ധനകാര്യ വിദഗ്ധൻ പൊറിഞ്ചു വെളിയത്ത് ഗ്രന്ഥശാലയുടെ ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗം ഷീബ ജോഷി, PK സുരേഷ്, KP സന്തോഷ് എന്നിവർ സംസാരിച്ചു. നടപ്പിലായി. ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ നാടിന് മാറാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ പുരോഗതി കൊണ്ടാണ്. ശാസ്ത്രരംഗത്ത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപണം ചെയ്യാൻ ISROയുടെ സമയം ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു വിരൽ തൊട്ടാൽ ലോകം മുഴുവൻ മനുഷ്യന്റെ ഭാവനയെ വളർത്തുക. വായനയില്ലാത്തവർക്ക് വലിയ ഭാവനയൊന്നും ഉണ്ടാവില്ല, ദീർഘവീക്ഷണം ഉണ്ടാവില്ല, ആശയപരത ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവില്ല. അപ്പോൾ വായന വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന്റെ ജീവിതം.
കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ 2025 മതബോധന അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചു. കൊടകരയിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പരിപാടി കൊടകര ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, കൈക്കാരൻ ജോസ് മാത്യു ഊക്കൻ, വർഗീസ് കോമ്പാറ, ഹെഡ്മാസ്റ്റർ ഡേവിസ് മംഗലൻ, ഡോൺ ബോസ്കോ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സംഗീത, PTA പ്രസിഡന്റ് ലിസൺ വടക്കേപ്പേടിക, റാങ്ക് ജേതാക്കൾ, മാതാപിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ആനമല ജംഗ്ഷനിൽ നിന്നും ട്രാംവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു. ദേശീയപാത ട്രാവേ റോഡിൽ അടിപ്പാത വന്നതോടെ ഇതുവഴിയുള്ള വാഹനങ്ങൾ വർദ്ധിക്കുകയും ആനമല ജംഗ്ഷനിൽ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയും പതിവായിരുന്നു. ട്രാംവേ റോഡ് ആനമല ജംഗ്ഷനിൽ എത്തുന്ന ഭാഗത്ത് റോഡിന്റെ പകുതിയോളം വീതിയിൽ ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരുന്നു. നോർത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാതെ ആളുകളെ കയറ്റുന്നതിനുള്ള സൗകര്യത്തിനാണ് ഇവിടെ ബസ് ഷെൽട്ടർ നിർമ്മിച്ചത്. നേരത്തെ ഇതിന് തൊട്ട് തെക്ക് ഭാഗത്ത് മുസ്ലിം പള്ളിക്ക് സമീപമായിരുന്നു ഈ സ്റ്റോപ്പ്. ഈ ജംഗ്ഷനിൽ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് ബസ് ഷെൽട്ടർ വലിയ തടസ്സമുണ്ടാക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഷെൽട്ടർ പൊളിച്ചുമാറ്റാൻ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു. സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഷെൽട്ടർ പൊളിച്ചുമാറ്റിയത്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ബസ്സുകൾ മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ ബസ്സുകൾ നിർത്തും. ബസ് സ്റ്റോപ്പ് നീക്കിയ ഭാഗത്ത് വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചു. ഇവിടെ പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചു. ഏറ്റവും വികസിച്ചു വരുന്ന ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശമായിട്ട് നമ്മുടെ ആനമല ജംഗ്ഷൻ മാറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശീയപാതയിലെ അണ്ടർ പാസേജ് ഈ ട്രാംവേ റോഡിൻ്റെ ഭാഗത്ത് വന്നതോടുകൂടി പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ ആനമല ജംഗ്ഷനിലെ ട്രാംവേ റോഡിൽ കൂടിയാണ്. ഒപ്പം തന്നെ നിലവിലുള്ള ഈ ഭാഗത്തെ വാഹനങ്ങൾ തിരിച്ചു പോകുന്നതും ഇതേ റൂട്ടിലൂടെ തന്നെയാണ്. വലിയ ഗതാഗതക്കുരുക്ക് ഈ അടുത്ത നാളുകളിൽ നമുക്ക് അനുഭവപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും ചാലക്കുടിക്കാർ പൊതുവായിട്ട് പറഞ്ഞൊരു അഭിപ്രായമാണ് ഈ ഗതാഗതക്കുരുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് നിലവിലുള്ള ഈ ബസ് സ്റ്റോപ്പ് നമുക്കത് ഉടനെ തന്നെ നമുക്ക് മാറ്റണം എന്നൊരു അഭിപ്രായം. ചാലക്കുടി കാരകുളത്തുനാട് റെസിഡൻസ് അസോസിയേഷന്റെ 2ാം വാർഷികാഘോഷവും ചാലക്കുടിയുടെ നഗരപിതാവിന് സ്വീകരണവും നടത്തി. മട്ടത്തിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ഹാളിൽ നടത്തിയ പരിപാടി ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ കാരക്കുളം അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിഗത മികവ് പുലർത്തിയവരെയും മികച്ച മാതൃകാ കർഷകരെയും സമ്മേളനത്തിൽ ആദരിച്ചു. സെക്രട്ടറി സോനസ് സുന്ദർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ PR റൈസൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. വാർഡ് കൌൺസിലർ KP ബാലൻ, വൈസ് പ്രസിഡന്റ് സുമി സുധീഷ്, MG അനിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി സുമി സുധീഷിനെയും സെക്രട്ടറിയായി ജെൻസിൽ വർഗീസിനെയും ട്രഷററായി സിജീഷ് ബാലിനെയും തിരഞ്ഞെടുത്തു. പട്ടണ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ വലിയ പട്ടണ സമാനമായിട്ടുള്ള പ്രദേശങ്ങളിലേക്കുള്ള കുടുംബങ്ങളുടെ ഇത്തിരി കൂട്ടായ്മയായിട്ടാണ് നമുക്കറിയാം. ഇത്തിരി സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള കുറച്ച് ആഘോഷങ്ങളും ആർഭാടങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളിലാണ് റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മകളൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്കിന്നറിയാം നമ്മുടെ എല്ലാ മേഖലകളിലും ഏറ്റവും ഗ്രാമീണ മേഖലകളിലും ഏറ്റവും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും ഒക്കെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഇന്ന് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മകൾ നിരവധിയായിട്ട് വളർന്നു വരുന്നുണ്ട്. കൊടകര അഴകം കർഷക ജലസേചന സമിതിയുടെ വാർഷിക പൊതുയോഗം നടത്തി. അഴകം ശ്രീ ദുർഗ ഭജന മണ്ഡപത്തിൽ നടന്ന യോഗം വാർഡംഗം KV നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ഡോക്ടർ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എടാട്ട് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് നടത്തിയ നറുക്കെടുപ്പിൽ മാളിയേക്കൽ ജോർജ്, PS ശശി, PJ തോമസ് എന്നിവർ സന്മാനാർഹരായി. ഹൈന്ദവ സമൂഹത്തിന്റെ സമഗ്രമായ ജീവിത പുരോഗതിക്ക് കേരളത്തിലെ സന്യാസി സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു. കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും കേന്ദ്രീകരിച്ച് ധർമ്മപ്രചരണവും ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിലൂടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത പുരോഗതി നേടാൻ പ്രാപ്തിയാക്കുന്ന കേന്ദ്രങ്ങളാകണം ഹൈന്ദവ ആരാധനാലയങ്ങളെന്നും സ്വാമി ആവശ്യപ്പെട്ടു.
അന്താരാഷ്ട്ര കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മശ്രീ ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ, ട്രഷറർ പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യവേനൽ അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. കനകമല സമന്വയ സാംസ്കാരിക ഗ്രന്ഥശാല ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ 2025 മതബോധന അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചു. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് ആനമല ജംഗ്ഷനിൽ നിന്നും ട്രാംവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു. കൊടകര അഴകം കർഷക ജലസേചന സമിതിയുടെ വാർഷിക പൊതുയോഗം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.